Hello folks, welcome to the channel. Hi, I am Grace and welcome to Study with Grace. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചത് അതിന് ഒരുപാട് നന്ദി ആൻഡ് വെൽക്കം ടു ദ ചാനൽ. ഇന്ന് ഞാൻ എങ്ങനെയാണ് നോട്ട് എഴുതുന്നതെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്സ് അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ലൈവായിട്ട് എങ്ങനെയാണ് ഞാൻ നോട്ട് എഴുതുന്നത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അധികം സമയം കളയാതെ അതിലേക്ക് കിടക്കാം. ഓക്കെ, സോ എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് എടുക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തത് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നമ്മുടെ ഗ്രേറ്റ് പാത്താണ്. അപ്പോൾ ഗ്രേറ്റ് പാത്തിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഒരു റീഡിങ് ഞാൻ ഉപീന്ദർ സിംഗിൻ്റെ ഈ ബുക്കിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. സോ അതിന് ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എനിക്ക് ആദ്യം ആവശ്യം ഒരു ഫോട്ടോ ആണ്. ഗ്രേറ്റ് പാത്തിൻ്റെ ഒരു കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഉള്ളൊരു ഫോട്ടോ. ഞാൻ അത് അന്വേഷിച്ച് കുറച്ചായി നടക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നില്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് കാണുന്നത് മുഴുവനും. ഇതൊന്നും ഞാൻ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഞാൻ ഇതിൻ്റെ സ്കെച്ച് പഠിക്കാനല്ല, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ആണ് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇതും ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നു. സോ ഞാൻ എൻ്റെ നോട്ടബിലിറ്റി തുറക്കുകയാണ്. ഞാൻ നോട്ടബിലിറ്റിയിലാണ് എല്ലാ നോട്ട്സും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ചതാണ്. ഓക്കെ, ഇവിടെ ഞാൻ പുതിയൊരു നോട്ട് ഉണ്ടാക്കുകയാണ്. നോട്ടിൻ്റെ പേര് ഗ്രേറ്റ് ബാത്ത് എന്ന് കൊടുത്തു. ഓക്കെ, സോ ഗ്രേറ്റ് ബാത്ത് എന്ന് കൊടുത്തു. ഞാൻ ഇനി നോട്ട് ഉണ്ടാക്കാൻ പോകും. സോ നോട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ഗ്രേറ്റ് ബാത്തിൻ്റെ ഫോട്ടോ ഞാനിവിടെ വരയ്ക്കാൻ പോകും. സോ ഈ ഒരു പേജിൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഒരു ഫിഗർ വരച്ചുണ്ടാക്കാൻ പോവാണ്. ഇത് എൻ്റെ ഐ പെൻസിലാണ്. ഞാനിതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഗ്രേറ്റ് ബാത്തിൻ്റെ ഫോട്ടോ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ സാധനം ഇതിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നോട്ടബിലിറ്റിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കൈ ഉപയോഗിച്ച് സാധാരണ ഒരു പേപ്പറിൽ ചെയ്താലും ഒരു പ്രശ്നമില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു സത്യം. നമുക്കൊരു പഠിക്കാനൊരു മൈൻഡ് ഉണ്ടാവണം എന്ന് പറയുന്ന കാര്യം മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. സോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നോട്ട് ഉണ്ടാക്കാം. ഞാനും ഈ ഐപാഡൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ അങ്ങോട്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇതിന് ഭയങ്കര ഭംഗിയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ നമുക്ക് മനസ്സിലാവുക എന്ന് പറയുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പീസ്. സോ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക, അതനുസരിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ എനിക്ക് മനസ്സിലാവാനുള്ളൊരു റഫ് ഫിഗറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ എനിക്കിവിടെ ഒരു റെക്റ്റാങ്കുലർ പീസും കൂടി വേണം. സോറി, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിതിൽ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങാം. ഇവിടെ ആവശ്യമുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഗ്രേറ്റ് ബാത്തിൻ്റെ ഫിഗർ. ഇനി ഞാൻ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഇതെൻ്റെ ഫേവറേറ്റ് ബാറാണ് കേട്ടോ. ഫേവറേറ്റ്സ് ബാർ ഈ താഴെ കാണുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുക. സോ ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് കളേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അതൊന്ന് മാറ്റിയിട്ട് വേറൊരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതി തുടങ്ങാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളൊരു സാധനമാണ് എന്നുള്ളതാണ്. ഈ MD എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മോഹൻജൊദാരോനെയാണ്. മോഹൻജൊദാരോൻ്റെ സിറ്റാഡലിലാണ് ഇത് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ MD എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ വേറെ കൂട്ടം കൂടി ഇവിടെ കാണിക്കാറുണ്ട്. നമ്മുടെ ലൊക്കേഷൻ്റെ ഒരു സിമ്പിൾ ഇട്ടതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലൊക്കേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് ഉപയോഗിക്കുന്നത്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും സിറ്റാഡൽ ഓഫ് മോഹൻജൊദാരോ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ചെയ്തു പോവാം. സോ ഫസ്റ്റ് തിങ്, ഈ ബിൽഡിംഗ് എല്ലാം തന്നെ ബ്രിക്ക് സ്ട്രക്ചറാണ്. സോ ഞാൻ ബ്രൗൺ എടുത്തു. ഇതിൽ തന്നെ ബ്രൗണിൽ തന്നെ 2 ബ്രൗണിൻ്റെ ആവശ്യം എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു ബ്രൗൺ, മറ്റേത് ഈ ബ്രൗണായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ വേറൊരു കളർ എടുക്കാം. കുറച്ച് ഡാർക്കറായിട്ടുള്ളൊരു ബ്രൗൺ എടുത്തിട്ടുണ്ട്. അത്രയും ഡാർക്കായിട്ടുള്ള ബ്രൗൺ എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഈ ഭാഗം ഈ ഡാർക്ക് ബ്രൗൺ വെച്ച് ചെയ്യുന്നത് ബേൺഡ് ബ്രിക്കാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വേണമെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. ഞാനത് യൂഷ്വലി ഹൈലൈറ്റർ വെച്ചിട്ടാണ് ചെയ്യുക. സോ ഇത്രയും സൗന്ദര്യത്തിൻ്റെ ആവശ്യമേ അതിനുള്ളൂ. സോ ഇവിടെ വേറൊരു കാര്യം കൂടി എഴുതണം. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഈ ബെഡ് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന ബേൺഡ് ബ്രിക്ക് എന്നാണല്ലോ. നമുക്കിവിടെ
ബോണ്ട് ബ്രിക്ക് എന്ന് എഴുതാം. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ എഴുതണം. ഈ വൈറ്റ് കളർ എടുത്തിട്ട് ഇതിന് മേലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ ബിറ്റുമിനാണ്. ബിറ്റുമിൻ ആൻഡ് ജിപ്സം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം ഇവിടെ എല്ലായിടത്തും ഞാനത് ആദ്യം ചെയ്യാറുള്ളതാണ്, പക്ഷേ സോറി ഞാനത് മറന്നുപോയി, വിട്ടുപോയി. ഇവിടെ 2 വരയിടുന്നു. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇത് ആ ഡയറക്ഷൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി ഞാനിവിടെ ഈ ഇതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സ്റ്റെപ്സ് എവിടെയാണെന്ന് മനസ്സിലായി. നോർത്തിലും സൗത്തിലും സ്റ്റെപ്സ് ഉണ്ടെന്ന് മനസ്സിലായി. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്ര ആവശ്യമുള്ളൂ. ഇതാണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ഏരിയ എടുത്തിട്ട് അവിടെ നീല കളറാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോർബൽ ഡ്രെയിനാണ്. കോർബൽഡ് ഡ്രെയിൻ. യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എനിക്ക് ചെയ്യാനുള്ളത് വേറെ 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒന്ന് ഇച്ചിരി ഭംഗിയാക്കി വരച്ചിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴേക്കാണ് ഇറങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനൊരു ബാക്കി ഭാഗത്തൊന്നും ബോണ്ട് ബ്രിക്ക് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, നോർമൽ ബ്രിക്കാണ്. സോ അതിനുള്ളൊരു ഷെയ്ഡ് കൊടുക്കാം, ലൈറ്റർ ഷെയ്ഡ്. ഓക്കെ, ലൈറ്റ് ഷെയ്ഡ് അല്ലത്. ഓക്കെ, സോ ഞാൻ ഇത്രയും കളർ ചെയ്യുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും ഭയങ്കര ഭംഗിയാക്കി വയ്ക്കാനൊന്നും ഉദ്ദേശിക്കില്ല. ഈ വര വേണമെങ്കിൽ ഒന്നുകൂടി നേരെയാക്കി കൊടുക്കട്ടെ. താഴേക്ക് പോകുന്നതിന് പകരം മേലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. പക്ഷേ ഞാൻ ഇതിൽ കൂടുതലൊന്നും വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പടം വരയ്ക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് നീല തന്നെ എടുക്കാം. ഈ ആൾക്കാരെല്ലാം ഭയങ്കര ഭംഗിയിലൊക്കെ സൗന്ദര്യത്തിലൊക്കെ വരച്ച് വയ്ക്കുന്ന സാധനങ്ങളാണ് ഞാനിങ്ങനെ കുളമാക്കി വെക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഐ ഡോണ്ട് മൈൻഡ്. സംഭവം ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് കോളനേഡ്സ് ആണ്. 2 സൈഡിലും നിറയെ കോളനേഡ്സ് ഉണ്ട്. പില്ലർ. സോ ഇവിടെ ഞാൻ എഴുതി വെക്കാം കോളനേഡ്. ബ്ലാക്ക് ഉപയോഗിച്ച് തന്നെ എഴുതാം. ഈ സൈഡിലും കോളനേഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഈ സൈഡിൽ വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നടുക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ വശത്താണ് ഡോറുള്ളത്. സോ ഇവിടെ ഞാനൊരു ഡോർ വരയ്ക്കാൻ പോവാണ്. ഈ റബ്ബർ വെച്ചിട്ട് സോറി എഴുതി വയ്ക്കാൻ ഡോർ. കോളനേഡാണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിനൊരു കാര്യം കൂടി എഴുതണം. ലാർജ് ഡോർ എന്ന് പറയുന്നുണ്ട്. ഭയങ്കര വലിയൊരു ഡോറാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി ഈ സൈഡിലും എനിക്ക് ഈ സൈഡിലും കോളനേഡ്സ് വയ്ക്കാനുണ്ട്. സോ അത് വയ്ക്കാം. ഓക്കെ, ഇത് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. സോ ബേസിക്കലി ഇത്രയാണ് സാധനം. ഇനി എനിക്ക് ഇതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ഒന്ന് എഴുതി വയ്ക്കാം. ഒരു സ്റ്റെപ്സ്. ഇനി ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ എഴുതാം. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഞാനിതൊന്ന് ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു, അത് ഓർത്ത്.
ഓക്കെ, സോ ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇനി ഞാനിവിടെ വേറൊരു കാര്യം എഴുതാൻ പോകുന്നത് ഇതിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഹൈറ്റ് പറയുന്നത് ലെങ്ത്ത് 14.5 മീറ്റേഴ്സാണ്. ഈ സൈഡിൽ എഴുതാം ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് 7 ആണ്, 7 മീറ്റേഴ്സ്. ആൻഡ് ഫൈനലി ഡെപ്ത്, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആരോ ഇടാം, ഡെപ്ത് എഴുതിയിട്ട് ദാറ്റ് ഇസ് 3 മീറ്റേഴ്സ്. 14.5 ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് 14.5 ഇൻറ്റു 7 ഇൻറ്റു 3m എന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, സോ അത്രയാണ്. ഇനി എനിക്ക് ഇവിടെ വേറൊരു സാധനം കൂടി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു, ഇത്രയും കൂടി നീളം വേണം. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നേരെയുള്ളൊരു ലൈൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു വട്ടം വേണം. ഓക്കെ, വട്ടം വെല്ലാണ്. ഇവിടെ മറ്റൊരു സാധനമുണ്ട്, ഭംഗിയിലൊക്കെ വരയ്ക്കാം. ഈ സാധനം ഇതിന് ചുറ്റുമുണ്ട്, ഞാൻ പക്ഷെ അത് വരയ്ക്കുന്നില്ല, അത്ര നേരം ഞാൻ കളയേണ്ട ആവശ്യമില്ല. അതിന് വരെ ഞാനിവിടെ എഴുതും. നമ്മൾ ഈ കോറിഡോറിൻ്റെയും ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം മനഃപൂർവ്വം വിട്ടതുണ്ടല്ലോ, ദിസ് ഏരിയ, ഇത് ബാത്താണ്. ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, അതിന് ഞാൻ കളർ കൊടുക്കാൻ പോവാം. ഈ ഒരു ഏരിയന് ഒരു കളർ കൊടുക്കാം. ഈ സ്ഥലത്തിന് സോ സറൗണ്ടഡ് ബൈ പോർട്ടിക്കോ. ഇതിനൊരു നീല കളർ കൊടുക്കാം, വെല്ലാണല്ലോ. സോ ദാറ്റ് ഇസ് ദാറ്റ്. ഞാനിങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കുക. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാനിവിടെ വേറെ 1-2 കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ദാറ്റ് ഇസ് റിച്വൽ അബ്ല്യൂഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, പ്രൂവ്ഡ് അല്ലല്ലോ ഒന്നും, കോമൺ. സോ ഇത്രയും കാര്യം കൊണ്ട് മോഹൻജദാരോ അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് പഠിക്കാൻ പറ്റും. നമ്മുടെ ഭംഗിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ അതാണ് ഗ്രേറ്റ് ബാത്ത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ അല്ലാതെ ചെയ്യാം. അപ്പോൾ ഞാൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി കാണാം. എൻ്റെ പേപ്പറിലാണ് കുറേ കൂടി വൃത്തിയായിട്ടുള്ളത്. സോ അങ്ങനെ ചെയ്യാം, അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാൻ അതിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നെ. സോ ദാറ്റ് ഈസ് ദാറ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സ്റ്റുഡൻറ്റ് ഹാക്സ്. സോ നിങ്ങൾ ഭയങ്കര ആസ്തറ്റിക്കലി പ്ലീസിങ് നോട്ട് അന്വേഷിച്ചാണ് വന്നെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ ഇങ്ങനെയാണ് നോട്ട് എഴുതുന്നത്. ഞാൻ മനസ്സിലാവുകയും അനലൈസ് ചെയ്യാനും പറ്റണം, എസ്പെഷ്യലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് എക്സാമിന് പഠിക്കുമ്പോഴും. സോ അത് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാനിപ്പോഴും നോട്ട് എഴുതുക. ഞാനിങ്ങനെയാണ് നോട്ട് എഴുതുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തന്നത്. ഞാനിവിടെ ഉപയോഗിച്ചത് ഐപാഡിൻ്റെ 7th ജനറേഷൻ്റെ ഐപാഡാണ്. യൂസ് ചെയ്ത ആപ്പ് നോട്ടബിലിറ്റി ആണ്. അതേപോലെ തന്നെ ഞാനിവിടെ ആപ്പിളിൻ്റെ 1st ജനറേഷൻ പെൻസിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1st ജനറേഷൻ പെൻസിൽ വിത്ത് ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സോ ഇതാണ് എൻ്റെ ഗിയർ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേർഷൻസ് ഇതിൻ്റെ തന്നെ കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ചാനൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം കമൻറ്റ് ബോക്സിൽ പറയാം. തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു ലൈക്ക് such contents. Subscribe for more student and productive hacks. Bye.